ഒരൊറ്റ പാട്ടുകൊണ്ട് ജീവിതം മാറിയ ഒരാളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിഷാദ് സുൽത്താൻ. നിഷാദിന്റെ ആ പാട്ട് കേട്ട ശേഷം നിഷാദിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. കലിയുഗ വരദാ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം, കായബലം താ പാദബലം താ, കായബലം താ പാദബലം താ ഭക്തജനപ്രിയനീ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രാമിയ ശരണം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രയപ്പ ശരണം. നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേ നടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രാമിയ ശരണം. നിഷാദ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. നിഷാദ് നമസ്കാരം. ഒരൊറ്റ പാട്ട് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയാണ് ഈ പാട്ട് പാടി പോസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു സാഹചര്യം? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഫാമിലി എല്ലാവരും. മോളില്ല, മോള് സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. വലിയ സന്തോഷത്തിലാണ്. ഈ പാട്ട് നമ്മള് കുറെ നാളുകളായിട്ട് നമ്മൾ ഓരോ പാട്ടുകളൊക്കെ ഇടലുണ്ട്. അപ്പൊ ഇപ്പോ ഈ സ്വാമി അയ്യപ്പന്റെ ഈ ഒരു സീസണിൽ നമ്മുടെ ഈ ഒരു പാട്ട് അത്യാവശ്യം ആളുകൾ കണ്ടു. 2 മില്യൺ ആളുകളാണ് നമ്മുടെ ഇപ്പൊ ഈ കലിയുഗ വരദ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ഞാനും മോളും കൂടെ പാടിയിട്ടുള്ള പാട്ട് അത്യാവശ്യം വൈറലായി. ആ പാട്ടിന് ശേഷം അൻഷാദ് തൃശ്ശൂർ മ്യൂസിക് ചെയ്തിട്ടുള്ള സുലൈമാൻ മദലകം വരികൾ എഴുതിയിട്ടുള്ള 18ാം പടികയറും ഭക്തരാം എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഞങ്ങൾ 3 പേരും കൂടെ പാടി, ഞാനും മോളും വൈഫും കൂടെ. അതും അത്യാവശ്യം ആളുകൾ കണ്ടിട്ട് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ ഈ ഒരു സ്വാമി അയ്യപ്പന്റെ പാട്ടുകള് 2 പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കേരളക്കര കടന്നും പോയി എന്നുള്ളതാണ്. വലിയ സന്തോഷത്തിലാണ്, വളരെ ഹാപ്പിയിലാണ് ഞങ്ങൾ എല്ലാവരും. അതെ നിഷാദ്, എങ്ങനെയായിരുന്നു ഈ പാട്ട്? ഇപ്പൊ 3 പേരും ചേർന്നാണ് പാടിയെന്ന് പറഞ്ഞപ്പോ മനസ്സിലായി സംഗീത കുടുംബമാണെന്ന് മനസ്സിലായി. ഈ ഒരു പാട്ട് സെലക്ട് ചെയ്ത് പാടാൻ ഒരു കാരണം ഉണ്ടായിരുന്നോ, അതോ പാടിയപ്പോൾ അതങ്ങ് വൈറലായി, അങ്ങനെയാണോ? പൊതുവെ ഞാന് ശ്രീകൃഷ്ണ ജയന്തി ആയി കഴിഞ്ഞാലും ബക്രീദ് ആയി കഴിഞ്ഞാലും ക്രിസ്മസ് ആയി കഴിഞ്ഞാലും മറ്റേത് വിശേഷ ദിവസങ്ങളായി കഴിഞ്ഞാലും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകൾ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങള് ഫാമിലി പാടലുണ്ട്. അപ്പോ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങള് ഈ ഒരു കലാഫീൽഡിലുള്ളതാണ്. പക്ഷെ ഞങ്ങള് ഈ റീലുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളത് കുറച്ച് നാളുകളായിട്ടുള്ളൂ. ഒരു 1-2 വർഷമായിട്ടുള്ളൂ. ഏകദേശം 150 റീലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഈ സ്വാമി അയ്യപ്പന്റെ ഈ ഒരു കലിയുഗ വരദ എന്ന് പറയുന്ന ഈ ഒരു പാട്ടാണ് എല്ലാവരും ഏറ്റെടുത്ത് ഞങ്ങളെ ഒരു വലിയ രീതിയിലേക്ക് എത്തിച്ചത്. ഇതൊരു ഓൾ ടൈം ഹിറ്റ് ആണ് കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് തൊട്ട് നമ്മൾ കേൾക്കുന്ന പാട്ടാണ് കലിയുഗ വരദ എന്നുള്ള പാട്ട്. എല്ലാവരും പാടി നടക്കുന്ന പാട്ടാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. അതുകൊണ്ടാണ് അത് അത്രയും റീച്ച് ആയതെന്നും തോന്നുന്നു. ഇപ്പൊ പറഞ്ഞ ഏറ്റവും പുതുതായി പാടിയ പാട്ട് വീണ്ടും പാട്ടുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ അതിലുള്ള സന്തോഷം താങ്കൾ പറഞ്ഞു. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടുമോ, പുതിയ പാട്ട്? ശരി, ഞാൻ